പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടൊത്ത് ദൈവസന്നിധി പിന്നെയുമായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലിയ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഹാലേലിയ സ്തോത്രം. യേശു ക്രിസ്തുവിനെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഡിഫറെൻറ്റ് ടൈറ്റിൽസ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ വേദപുസ്തക പ്രകാരം നോക്കുമ്പോൾ 50 നെയിംസ് ആൻഡ് ടൈറ്റിൽസ് യേശുവിനെ പറ്റി പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിനെ പറ്റി. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ സേവ്യർ. ഹല്ലേലൂയ നമ്മുടെ രക്ഷിതാവായിട്ട് യേശു ക്രിസ്തുവിനെ കാണുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവം ആരാ? യേശു ക്രിസ്തു ആരാ? നമുക്ക് രക്ഷിതാവായ ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ നമ്മുടെ രക്ഷിതാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ രക്ഷിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ യേശുവിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്നു സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവം അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഏതവസ്ഥയിലും ഹല്ലേലൂയ അതിൽ കടന്നു വന്ന് രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ള ഒരു യേശുവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ പാദപീഠത്തിൽ വന്ന് കർത്താവേ നീ എന്റെ രക്ഷിതാവാകുന്നു, ഞാൻ ഈ കടന്നു പോകുന്ന ഹല്ലേലൂയ വിഷയത്തിന്മേൽ കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ, പാപത്തിന്റെ പിടിയിലായി ഹല്ലേലൂയ ഒരു പാവിയാണ് ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് യേശുവിനോട് പറഞ്ഞാണ് കർത്താവേ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുമാറാകണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്നു ആകാശത്തിന്റെ ഭൂമി കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല. ആ നാമം എന്ന് പറയുന്നത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞാട് കർത്താവേ നീ എന്റെ രക്ഷിതാവാകുന്നു. യേശു നമ്മുടെ രക്ഷിതാവ്, അവൻ നമ്മുടെ സേവ്യർ ആവുന്നു. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് റെഡീമർ. ഹല്ലേലൂയ വീണ്ടെടുക്കുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യോബ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അതിന്റെ 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ഹല്ലേലൂയ റെഡീമറായ സ്തോത്രം. ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരനായ ഹല്ലേലൂയ എന്റെ യേശു. ഹല്ലേലൂയ അവിടെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ മരണത്തെ ജയിച്ച യേശു. ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശു ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ വീണ്ടെടുക്കുന്നവൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുക്കാം അല്ലെ സഹായിക്കാം എന്ന് പറയും. ഹല്ലേലൂയ അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നാൽ യേശു ഹല്ലേലൂയ പറയുകയാണ് ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. ഹല്ലേലൂയ ഞാൻ നിന്റെ റെഡീമർ ആകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. സേവ്യർ ആയിരിക്കുന്ന യേശു. ഹല്ലേലൂയ റെഡീമർ ആയിരിക്കുന്ന യേശു. ഹല്ലേലൂയ ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമതായി സ്തോത്രം യേശുവിനെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് സ്തോത്രം ബ്രെഡ് ഓഫ് ദ ലൈഫ് ജീവന്റെ അപ്പം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 6-ാം അധ്യായം സ്തോത്രം അതിന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണാൻ കഴിയും ഹല്ലേലൂയ സ്തോത്രം ജീവന്റെ അപ്പമാകുന്ന യേശു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം 6:35 ഇങ്ങനെ വായിക്കുന്നു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യേശു അവൻ ജീവന്റെ അപ്പമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ വിശപ്പ് മാറും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മീയ ദാഹം മാറും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും തൃപ്തിയില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരെങ്കിൽ ദൈവവചനത്തിൽ ഹല്ലേലൂയ യേശുവിനെ പറ്റി പറയുന്നു അവൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ നിങ്ങളുടെ ആത്മീയ വിശപ്പ് മാറണമോ? ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ആത്മീയ ദാഹം മാറണോ? യേശുവിന്റെ അടുക്കൽ വന്നാൽ യേശു നമുക്ക് തൃപ്തി തരുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ നാലാമത് പറയുന്നു ഹല്ലേലൂയ ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവ്.
കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കർത്താവായിരിക്കുന്ന യേശു സകലത്തിനു മേലും കർത്തൃത്വം നടത്തുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. അതിന് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് ഇത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവാകുന്ന യേശു. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ജീവിത സകലത്തിനും കർത്തൃത്വം നടത്തുന്നവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ആ കർത്താവിൽ ഞാൻ നിങ്ങൾ വിശ്വസിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെച്ച ദൈവമക്കളെ നാം ലജ്ജിച്ചു പോകുകയില്ല. അവൻ എന്റെ ഉപനിധി, അന്ത്യം വരെ നടത്തുവാൻ അവൻ ശക്തനാകുന്നു. എന്നെ നിങ്ങളെ വഴി നടത്തുവാൻ ശക്തനായ ഹല്ലേലൂയ വിടിവിക്കാൻ കഴിയുന്ന ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ 4 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ഹല്ലേലൂയ സേവ്യർ, രക്ഷിതാവായ യേശു, റെഡീമറായ യേശു, വീണ്ടെടുക്കുന്നവനായ യേശു. ഹല്ലേലൂയ. ബ്രെഡ് ഓഫ് ദ ലൈഫ്, ജീവന്റെ അപ്പമായ യേശു. ഹല്ലേലൂയ. 4ാമത് നമ്മൾ ചിന്തിച്ചത് ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ പറ്റി വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സൃഷ്ടിതാവായ ഹല്ലേലൂയ ദൈവത്തെ പറ്റി അവിടെ പറയുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു ഹല്ലേലൂയ സ്തോത്രം സൃഷ്ടിതാവ്, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. 40-ന്റെ 20 പറയുന്നു നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രയമത്രേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിത്യദൈവമായ ദൈവം, അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും തിരമാലകൾക്ക് ഒരു അതിര് വെച്ചിരിക്കുന്നു. അതുപോലെ എന്റെയും നിങ്ങളുടെയും വിഷയത്തിന്മേൽ പ്രശ്നങ്ങൾക്കും ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില സൃഷ്ടിപ്പിന്റെ ആവശ്യമുണ്ടോ? ദൈവത്തോട് പറഞ്ഞാൽ ഹല്ലേലൂയ ഒന്നുമില്ലായ്മയെന്നും സകലത്തെ ഉളവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒന്നുമില്ലായ്മയെന്നും സകലത്തെ ഉളവാക്കാൻ കഴിയുന്ന ആ ദൈവത്തിലാണ് ഞാൻ നിങ്ങളും ആശ്രയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സൃഷ്ടിതാവായ ദൈവം, ആ സൃഷ്ടിതാവായ കർത്താവ് ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. അവൻ ക്രിയേറ്ററാണ്. ഹല്ലേലൂയ സ്തോത്രം. 6ാമതായ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന യേശുവിനെ പറ്റി അവിടെ പറയുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ശീമോൻ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞ് നാം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ അവൻ ജീവനുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. മക്കളെങ്കിൽ അവകാശികളാകുന്നു നമ്മൾ. ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ മക്കളായി ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സകലത്തിനും നാം അവകാശികളാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തെ പറ്റി ഹല്ലേലൂയ യേശുവിനെ പറ്റി വചനാടിസ്ഥാനത്തിൽ ഹല്ലേലൂയ പറയുകയാണ് സൺ ഓഫ് ദ ലിവിംഗ് ഹല്ലേലൂയ ഗോഡ്, ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് മത്തായിയുടെ സുവിശേഷം 16-ന്റെ 16 പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 3-ാം അധ്യായം സ്തോത്രം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുകയാണ് സ്തോത്രം. ഹല്ലേലൂയ only begotten son. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ ഏകജാതനായ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ് വായിച്ചത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നോക്കിക്കേ, തന്റെ ഏകജാതനായ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പുത്രനായ യേശുവിനെ നമുക്ക് തന്നു. നമ്മെ ദൈവം സ്നേഹിച്ചു. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നശിച്ചു പോകാതിരിക്കുവാൻ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക്
നമുക്ക് എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. നാം ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആരെങ്കിലും ഈ ലോകത്തിൽ മരിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഭയപ്പെടുന്നുവെങ്കിൽ ദൈവപരിധി നീ രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ മരിക്കാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ നാം നമ്മെ തന്നെ കൊല്ലുകയല്ല. നമുക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്കൊരു ശുശ്രൂഷ ഈ ലോകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയം വരെയും ദൈവം നമ്മളെ സൂക്ഷിക്കും. നമ്മുടെ സമയമാകുമ്പോൾ ഈ ലോകത്തിലെ ഡ്യൂട്ടി തീരുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കും. ഹല്ലേലൂയ രണ്ട് കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് നടക്കാം. ഒന്ന് കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ നാം ജീവനോട് ഇരിക്കുമ്പോൾ യേശു വാനമേഘങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോട് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അല്ല യേശുവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാം വാർദ്ധക്യത്തിലായി ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ തീരുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നാം മരിച്ച ക്രിസ്തുവിനോട് ചേരുവാനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജീവനോട് ഇരിക്കുന്നത് എനിക്ക് സന്തോഷം, ഞാൻ മരിച്ചാലും എനിക്ക് സന്തോഷം. ഞാൻ ജീവനോട് ഇരുന്നാൽ എന്തോ ചെയ്യും? ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിച്ചാലും ഞാൻ ആരോടായിരിക്കും? ഞാൻ ക്രിസ്തുവിനോടായിരിക്കും. ഹല്ലേലൂയ നാം ഒരു ദൈവവൈദ്യ മരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവന് പ്രത്യാശയുണ്ട്. എനിക്ക് നിത്യജീവനുണ്ട്. ഞാൻ നിത്യതയിൽ ഹല്ലേലൂയ എന്റെ ദൈവത്തോടുകൂടെ വാഴും. ഹല്ലേലൂയ അതാണ് ഒരു ദൈവവേദന്റെ പ്രത്യാശ. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ ഈ വാക്യത്തിൽ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടെന്ന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ക്രിസ്തുവിൽ ഞാനും നിങ്ങളിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്തോ കിട്ടും? നിത്യജീവൻ ലഭിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ ഹല്ലേലൂയ പലരും പല പ്രോമിസുകൾ നമുക്ക് തരും. ഹല്ലേലൂയ എന്നാൽ യേശു വന്ന് നമുക്ക് തന്നത് എന്തുവാ? നിത്യജീവൻ നമുക്ക് തന്നു. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ദൈവത്തിൽ യേശുവിനെ വിശ്വസിക്കുവാൻ നീ തയ്യാറായോ? ഹല്ലേലൂയ സ്തോത്രം. എന്റെ ജീവിതത്തില് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ പെന്തിക്കോസ്ത് നാളിൽ ഹല്ലേലൂയ സ്തോത്രം മാളിക മുറിയിൽ അവർ കൂടി വന്നിരുന്നപ്പോൾ അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചതിന്റെ നിറവാണ് അന്യഭാഷ. ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ആരാധിക്കുന്ന വ്യക്തിജീവിതങ്ങളോട് എനിക്ക് ഭയങ്കര നീരസം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഇവർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നീ എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ അങ്ങനെ യേശുവിനോട് സംസാരിച്ചു. ഞാൻ കർത്താവിനോട് പറയുന്നു, ഇവർ പറയുന്ന ഈ അന്യഭാഷ അത് സത്യമാണെങ്കിൽ ദൈവമേ എനിക്ക് തരണം. ഹല്ലേലൂയ അങ്ങനെ ഞാൻ ഒരു ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ശേഷം ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്നെ മേൽ ഇറങ്ങി എന്റെ നാവിനെ ദൈവം ഏറ്റെടുത്തു. ഹല്ലേലൂയ അന്യഭാഷയെ സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവത്തെ ആരാധിക്കുമ്പോഴുള്ള സന്തോഷം. ദൈവമക്കളെ നിങ്ങൾ എനിക്ക് 1 കോടി രൂപ തന്നാൽ അത് നത്തിങ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് പൈസ വേണ്ട. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഹല്ലേലൂയ അതിനേക്കാട്ടിൽ സന്തോഷമാണ് ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്തോ ലഭിക്കും? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ ഹൃദയത്തെ കൊടുത്ത് കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കേണ്ടത്? യേശു എന്നെ സ്നേഹിച്ചു, എന്റെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്നു, എന്റെ ഹല്ലേലൂയ എന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇനി എനിക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോയിക്കോ. ആ വാസസ്ഥലം ഒരുക്കിയ ശേഷം കർത്താവ് എന്നെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ വരും. ഹല്ലേലൂയ അത് നാം വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവമക്കളെ നമുക്ക് എന്താ ലഭിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ നിത്യജീവനെ ഹല്ലേലൂയ തരുവാനിടയായിത്തീരും. അത് മാത്രമല്ല വേദപുസ്തക വചനം ഹല്ലേലൂയ എടുത്ത് വായിക്കുന്നില്ല. ഹല്ലേലൂയ പറയുന്നു, ഹല്ലേലൂയ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ഹല്ലേലൂയ ഇതൊക്കെ നിങ്ങൾക്ക് തരും. ഉണ്ണുവാനും ഉടുക്കുവാനും പാർക്കുവാനും നമുക്ക് വേണ്ടുന്നതൊക്കെയും തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവചനത്തിൽ പറയുന്നു, അവൻ ഏകജാതനാകുന്നു. അവനിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം രക്ഷ നമുക്കുണ്ടാകും. ഒരു നിത്യജീവനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ഏകജാതനായ യേശു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 9-ാം അധ്യായം സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രിയപുത്രൻ ഹല്ലേലൂയ സ്തോത്രം ബിലൗവഡ് സൺ. ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 9-ന്റെ 35 പറയുകയാണ്. സ്തോത്രം
സ്തോത്രം ഹല്ലേലൂയ പ്രിയ ഹല്ലേലൂയ ഹല്ലേലൂയ പുത്രൻ ഹല്ലേലൂയ beloved son ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മേഘത്തിൽ ഹല്ലേലൂയ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ശബ്ദമുണ്ടായി. ഹല്ലേലൂയ മേഘത്തിൽ നിന്ന് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആരാ പ്രിയപുത്രൻ? കർത്താവായ യേശു ക്രിസ്തു. അവന് ചെവി കൊടുപ്പീൻ എന്ന് ശബ്ദം ഉണ്ടായി. അപ്പൊ നമ്മൾ ആർക്കാ ചെവി കൊടുക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിന് നാം ചെവി കൊടുക്കണം. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം വായിച്ച് മനസ്സിലാക്കി. ഹല്ലേലൂയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ വേദപുസ്തകത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് പഴയ നിയമവും പുതിയ നിയമവും. അല്ല, പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ലേഖനങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഹല്ലേലൂയ സ്തോത്രം. അതിനകത്ത് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 5 തൊട്ട് ഹല്ലേലൂയ സ്തോത്രം 7-ാം ചാപ്റ്റർ വരെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നു. അത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ അതെനിക്ക് ഏറ്റവും വളരെ ഹല്ലേലൂയ സന്തോഷകരമായ ഹല്ലേലൂയ അതിനെ ഇടയ്ക്കൊക്കെ വായിച്ച് ഹല്ലേലൂയ സന്തോഷിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം അവിടെ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണണം. ദൈവത്തെ കാണണമെങ്കിൽ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? ഹല്ലേലൂയ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ പ്രിയപുത്രനായ യേശുവിനെ നമുക്ക് തന്നപ്പോൾ യേശു നമ്മളോട് പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം? നാം കേൾക്കുവാനിടയായി തീരണം. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. 9-ാമതായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ പറ്റി പറയുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഹല്ലേലൂയ ദൈവം ആരാ? ഹല്ലേലൂയ യേശു ആരാണ്? പരിശുദ്ധനാണ്. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണമല്ലോ ഇസ്രായേലിൽ ഹല്ലേലൂയ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ. അപ്പൊ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ അവന്റെ ആലോചന അടുത്തു വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പരിശുദ്ധനായ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തെയാണ് നാനും നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നാം വിശുദ്ധിയിൽ ജീവിക്കണം. ഹല്ലേലൂയ ഓരോ ദിവസം ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ ഇന്നത്തെ എന്റെ ദിവസത്തെ അനുഗ്രഹിക്കണമേ. പാപം ചെയ്യാതെ എന്നെ തന്നെ സൂക്ഷിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിച്ചു നോക്കണം, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും കുറവശങ്ങൾ വന്നിട്ടുണ്ടോ? ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? കിടക്കയിൽ ഹല്ലേലൂയ കിടക്കുന്നതിന് മുമ്പേ ദൈവത്തോട് ഹല്ലേലൂയ ക്ഷമ ചോദിക്കണം. ദൈവമേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്റെ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം നാം വിശുദ്ധിയിൽ ഹല്ലേലൂയ മുന്നേറണം. നമുക്കറിയത്തില്ല രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ജീവൻ പോകുന്നത്, നമുക്കറിയത്തില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അന്നേരം ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയം വെച്ച് ഹല്ലേലൂയ വിശുദ്ധിയിൽ നാം ജീവിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ മരിച്ചാലും ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ ഞാനും നിങ്ങളും ഹല്ലേലൂയ സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 10 മുതൽ 13-14 വരെയുള്ള ഹല്ലേലൂയ സവിശേഷതകൾ പറയുന്നിരിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 9-ാം അധ്യായം സ്തോത്രം ഹല്ലേലൂയ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആദിപത്യം അവന്റെ തോളിലിരിക്കും. ഹല്ലേലൂയ അവനെ പറ്റി പറയുകയാണ്, യേശുവിനെ പറ്റി പറയുകയാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ നമ്മുടെ യേശു ആരാ? ഹല്ലേലൂയ wonderful counselor, the mighty God, the everlasting Father, and the Prince of Peace. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് വായിച്ചത്. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാകുന്നു, അവൻ വീരനാം ദൈവമാകുന്നു, അവൻ നിത്യപിതാവാകുന്നു, അവൻ സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ആ ദൈവത്തെ നാം സേവിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾ ബുദ്ധി പറഞ്ഞു തരുവാൻ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് നിങ്ങളെയും കാര്യങ്ങൾ നടത്തി തരുവാൻ ഒരു കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ നമ്മുടെ പിതാവ് നമുക്ക് പിതാവാകുന്നു, സ്തോത്രം നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാകുന്നു. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സ്തോത്രം. ഇംഗ്ലീഷിൽ പറയുമ്പോഴൂടെ ഹല്ലേലൂയ സ്തോത്രം അവൻ വണ്ടർഫുൾ കൗൺസിലർ. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ നടക്കേണ്ട വഴിയിൽ ഹല്ലേലൂയ നമുക്ക് കൗൺസിലിംഗ് തന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്താൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദ മൈറ്റി ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും വേറൊരു ദൈവമില്ല. ദൈവമക്കളെ ഹല്ലേലൂയ എന്നെ നിന്നെ വഴി നടത്തുവാൻ, എന്നെ നിന്നെ
കൈപിടിച്ച് നടത്തുവാൻ ഈ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്റെ പിതാവായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്റെ അപ്പനായി ഹല്ലേലൂയ എന്നെ വഴി നടത്തുന്ന എന്റെ ദൈവത്തിന് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ എന്റെ സാക്ഷ്യം പിന്നീട് ഒരു ദിവസം ഞാൻ പറയുന്നതായിരിക്കും. സ്തോത്രം. എന്നാൽ ഈ വചനത്തിനിടയിൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ ശക്തീകരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ചില കാര്യങ്ങൾ പറയട്ടെ. ഞാനൊരു മർത്തമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഹല്ലേലൂയ ഞാൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വരുന്നതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചു. ഹല്ലേലൂയ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം നീ പെന്തിക്കോസിൽ പോയത് കൊണ്ട് എനിക്ക് ഹല്ലേലൂയ ഇങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അന്നേരം ഹല്ലേലൂയ വീടിന്റെ പുറത്തിറങ്ങി വന്നിട്ട് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ കർത്താവേ ഞാനൊരു സ്ത്രീയാ, ഇപ്പൊ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല, അതെന്റെ വീടിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ഹല്ലേലൂയ ദൈവം എന്നെ ഒരു പുരുഷനായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇപ്പൊ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകുമായിരുന്നു എന്ന് പറയുവാനിടയായി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ആട്ടുംകൂട് ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ഒരു കൃഷിക്കാരനാണ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഒരു ആട്ടിൻകൂട്ടിൽ ഹല്ലേലൂയ പോയിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഭയങ്കര മഴയായിരുന്നു ആ ദിവസം. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഞാൻ ഹല്ലേലൂയ സ്തോത്രം യേശുവിനോട് പറഞ്ഞു, നല്ല ഇടയനായ യേശു, ആടുകൾക്ക് തന്നെ ജീവനെ കൊടുത്ത യേശു കർത്താവേ ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി. ഹല്ലേലൂയ മക്കളെ, യേശുവിന് വേണ്ടി എൻ്റെ അപ്പൻ എന്നെ പുറത്തോട്ട് ഇറക്കി വിട്ടപ്പോണ്ടല്ലോ ആ ഒരു സ്വർഗീയ സന്തോഷം. ക്രിസ്തുവിനെ പ്രതി നിങ്ങൾക്ക് ഹല്ലേലൂയ എന്തെങ്കിലും കഷ്ടം സഹിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ ഇടയനാകുന്നു, ഇന്ന് തൊട്ട് നീ എൻ്റെ പിതാവാകുന്നു. ഹല്ലേലൂയ. അതിന് ശേഷം എൻ്റെ മാതാവ് വന്ന് ഹല്ലേലൂയ വാതിൽ തുറന്നു ഹല്ലേലൂയ എന്നെ അകത്ത് കയറ്റുവാൻ ഇടയായിത്തീർന്നു. ദൈവമക്കളെ അന്ന് തൊട്ട് ഇന്ന് വരെയും ഹല്ലേലൂയ ഇന്ന് ഞാൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം എനിക്ക് 26 years ആയി. ഹല്ലേലൂയ സ്തോത്രം 96ലാണ് ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 1996ലാണ് ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ ഇടയായത്. അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് അപ്പനായിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ വിളിക്കുകയും സംസാരിക്കുകയും എൻ്റെ അപ്പൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എൻ്റെ വീട്ടിലെ മൂത്ത പുത്രിയാണ് ഞാൻ. എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ കാര്യവും എൻ്റെ ഒരു വിഷമവും എൻ്റെ ആവശ്യങ്ങളോ ഒന്നും ഞാൻ എൻ്റെ ഈ ലോകത്തിലെ പിതാവിനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പൻ ഇന്നും ആരോഗ്യത്തോടെ ജീവനോടിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഹല്ലേലൂയ യേശുവിനോട് പറയാപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ മകൾക്ക് ഇന്ന ആവശ്യമുണ്ട്. ഹല്ലേലൂയ ദൈവമക്കളെ നിങ്ങളെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയും. ഓരോ ആവശ്യവും എൻ്റെ അപ്പൻ മുടക്കിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഞാൻ പറയും, ഒരു ചോക്ലേറ്റ് എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ സ്തോത്രം ഹല്ലേലൂയ അതെനിക്ക് അപ്പൻ എവിടുന്നേലും കൊണ്ടുതരും. അത് എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. ഒരുപക്ഷെ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും. സ്തോത്രം. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുക, അപ്പൻ എൻ്റെ മുൻപിൽ കൊണ്ടുതരുവാനിടയായി തീരും. സ്തോത്രം. ദിവസത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യമാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അത്യുന്നതനാണ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അവൻ നമ്മുടെ മൈറ്റി ഗോഡാണ്. ഹല്ലേലൂയ ദ എവർലാസ്റ്റിംഗ് ഫാദറാണ്. ഹല്ലേലൂയ അവൻ നിത്യ പിതാവാകുന്നു. ഹല്ലേലൂയ ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനം തരുവാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് തൃപ്തിയില്ലാത്ത അനുഭവം, എനിക്ക് സങ്കടം, ഹല്ലേലൂയ ഭാരം, ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ഭാരം, എൻ്റെ സഹോദരങ്ങളെ കുറിച്ചുള്ള ഭാരം, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ പല വിഷയങ്ങൾ, എൻ്റെ ഭാവിയെ കുറിച്ചുള്ള ഭാരം. എന്നാൽ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഒന്നിനെ കുറിച്ച് ഭാരപ്പെടാൻ അല്ലെ ദൈവം ഇടയാക്കല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. സ്തോത്രം. എപ്പോഴും ആ വലിയ സ്വർഗീയ സമാധാനം, സന്തോഷം പ്രതികൂലങ്ങളോട് കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ കർത്താവിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ ഊപ്പാനിധി, അന്ത്യം വരെ അവൻ എന്നെ നടത്തുവാൻ വിശ്വസ്തൻ എന്നുള്ള ഉറപ്പും ധൈര്യവും എൻ്റെ കർത്താവ് എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 15ാമത്തെ കാര്യം പറയുന്നു, കിങ് ഓഫ് കിങ്. ഹല്ലേലൂയ രാജാതി രാജാവ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ രാജാതി രാജാവായ നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. 1 തിമോത്തിയോസ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 6ാം അധ്യായം 1 തിമോത്തി അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തിമോത്തിയോസിന് എഴുതിയ ഹല്ലേലൂയ സ്തോത്രം 1-ാം ലേഖനം അതിന്റെ 6ാം അധ്യായം അതിന്റെ 15ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ദൈവം ആരാകുന്നു? ഹല്ലേലൂയ സ്തോത്രം. അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ രാജാതി രാജാവാകുന്നു. ഹല്ലേലൂയ ആ കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അവിടെ വായിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 6:15 വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കി
ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. 1 തിമോത്തി, ഹല്ലേലൂയ സ്തോത്രം. സോറി, എൻ്റെ വാക്യം മാറിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. 1 തിമോത്തി, ഹല്ലേലൂയ സ്തോത്രം, 1-ാം അധ്യായം. 1 തിമോത്തി 6-ാം അധ്യായം, അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും. അല്ലെ, നമ്മുടെ ദൈവം ആരാ? നമുക്ക് രാജാതി രാജാവും കർത്താതി കർത്താവും. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ പാസ്റ്റ് വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു. ഹല്ലേലൂയ, കിങ് ഓഫ് കിങ്. ഹല്ലേലൂയ, രാജാതി രാജാവ്. നമ്മുടെ രാജാവായിരിക്കുന്നത് യേശു. ഹല്ലേലൂയ, നമുക്ക് രാജാവായ യേശു നമുക്ക് ഉള്ളപ്പോൾ എന്തിനാ ഭയപ്പെടുന്നത്? സ്തോത്രം, ഹല്ലേലൂയ എന്ന് ചോദിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. കറക്റ്റ് അല്ലേ? സ്തോത്രം, നമ്മൾ എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ, നമ്മൾ എന്തിനു ഭാരപ്പെടണം? രാജാതി രാജാവായ യേശു, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തെ സേവിച്ചാണ് ഹല്ലേലൂയ നാം മുന്നേറേണ്ടത്. സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ ഇതൊരു 3 പാർട്ടായിട്ട് ഹല്ലേലൂയ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, 50 ഹല്ലേലൂയ നെയിംസ് ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഞാൻ ഇന്ന് 15 കാര്യമാണ് ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ മധ്യത്തിൽ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം, സ്തോത്രം, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. സ്തോത്രം, 1-ാമത്തെ കാര്യം രക്ഷിതാവ്, ഹല്ലേലൂയ സേവ്യർ. 2-ാമത്തെ കാര്യം റെഡീമർ, വീണ്ടെടുക്കുന്നവൻ. 3-ാമത്തെ കാര്യം ബ്രെഡ് ഓഫ് ദ ലൈഫ്, ജീവന്റെ അപ്പം. ഹല്ലേലൂയ സ്തോത്രം. 4-ാമത്തെ കാര്യം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദ ലോർഡ്, കർത്താവ്. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം ക്രിയേറ്റർ, സൃഷ്ടിച്ചവൻ. 6-ാമത്തെ കാര്യം ഹല്ലേലൂയ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. 7-ാമത്തെ കാര്യം ഒൺലി ബിഗോട്ടൻ സൺ, ഏകജാതനായ ഹല്ലേലൂയ പുത്രൻ. ഹല്ലേലൂയ സ്തോത്രം. 8-ാമത്തെ കാര്യം ബിലവഡ് സൺ, പ്രിയ പുത്രൻ. ഹല്ലേലൂയ. 9-ാമത്തെ കാര്യം ഹോളി വൺ ഓഫ് ദ ഇസ്രായേൽ, ഇസ്രായേലിൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. 10 മുതൽ 10-ാമത്തെ കാര്യം വണ്ടർഫുൾ കൗൺസിലർ. ഹല്ലേലൂയ സ്തോത്രം. 11 ദ മൈറ്റി ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13 ഹല്ലേലൂയ ദ എവർലാസ്റ്റിംഗ് ഫാദർ. 14 പറയുന്നു ദ പ്രിൻസ് ഓഫ് പീസ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 15-ാമത്തെ കാര്യത്തിൽ പറയുന്നു ദ കിങ് ഓഫ് കിങ്, രാജാതി രാജാവ്. ഹല്ലേലൂയ, ഈ ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മൾ സേവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഇടാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ യേശുവിന്റെ കരത്തിൽ തരുന്നു. അവരെല്ലാം യേശുവിന്റെ കുഞ്ഞുങ്ങളാണ്. കർത്താവേ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശു കർത്താവായി വാഴുന്നില്ലെങ്കിൽ കർത്താവേ സ്തോത്രം, ഇന്ന് ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിലേക്ക് യേശുവേ അങ്ങ് കടന്നു ചെല്ലണമേ. യേശുവേ ഹല്ലേലൂയ, നീ നിത്യജീവനെ കൊടുക്കുവാൻ ഈ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ വസിക്കേണ്ടതിന് വന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഹൃദയവാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരാമെന്ന് പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ കർത്താവേ നിന്നെ പറ്റി പലപ്പോഴും അല്ലെങ്കിൽ പലരും കേട്ടിട്ടുള്ളവരാ, എന്നാൽ അവർ ഹൃദയം തുറന്നിട്ടില്ല. എന്നാൽ കർത്താവേ, ഇന്ന് അവർ ഹൃദയം തുറക്കട്ടെ. അവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കട്ടെ. യേശു അടുത്ത് ചെന്ന് അകത്തു ചെന്നാൽ അവിടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, അവരുടെ ഭയം മാറിപ്പോകും. ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരുമെന്ന് വേദപുസ്തകത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടിയനത് അനുഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ അടിയനെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ശബ്ദം കടന്നു നിന്ന് ഓരോ ഭവനത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. അവരുടെ ഭവനത്തിനകത്ത് എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും മാറിപ്പോയി അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ. ഇവിടെ കയറി വരുവീനെന്ന ശബ്ദം കേൾക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ അവിടെ കയറി ചെല്ലുവാൻ, ആ സ്വർഗ്ഗത്തിലെ നിത്യജീവൻ അവകാശികളായി തീരുവാൻ ദൈവമേ നീ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. തൊള്ളാടിനെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഓരോരുത്തരെയും മാനിക്കുന്നതിനായി സ്തോത്രം. സകലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടാക്കിയേക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.